അടിമുടി ദുരൂഹത എന്നത് തന്നെയാണ്. അതിൽ വ്യക്തത വരേണ്ട ചില കാര്യങ്ങളുണ്ട്. കെ അനിൽകുമാർ CPMന്റെ സംസ്ഥാന സമിതി അംഗം കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അനിൽകുമാർ, ദിവസം ഈ ആക്ഷേപങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് വ്യക്തത വരട്ടെ. പക്ഷേ നമുക്ക് ഇതിൽ ആക്ഷേപമായി നിൽക്കുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, 2019 ദേവസ്വം പുറത്തിറക്കിയ ഒരു ഉത്തരവ്. ആ ഉത്തരവിലാണ് ചെമ്പുപാളിയിൽ സ്വർണം പ്ലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. അതായത് വിജയ് മല്യ പ്ലേറ്റ് ചെയ്തിരുന്ന സ്വർണം പൊതിഞ്ഞിരുന്ന പാളി എങ്ങനെയാണ് ചെമ്പ് പാളി ആണെന്നും അവിടെ വീണ്ടും സ്വർണം പൊതിയണമെന്ന ഉത്തരവിറങ്ങി എന്ന ഒരു ചോദ്യമുണ്ട്. രണ്ട്, ഇതെങ്ങനെ പുറത്തേക്ക് പോയി എന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരവുണ്ടാവുന്നത് വേണ്ടതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ദുരൂഹത മുഴുവൻ ഇപ്പോഴും തുടരുന്നതിന്റെ കാരണം. അതെ, ഇക്കാര്യമാണ് KT ശങ്കരന്റെ നേതൃത്വത്തില് ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് വിശ്വസ്തയോടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിനെ തന്നെയാണ് കോടതി അധികാരപ്പെടുത്തിയത്. അവർ പരിശോധിക്കുമ്പോഴാണ് ഏതെല്ലാം ഉദ്യോഗസ്ഥരാണ് ഈ കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നത്, അവരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയുള്ള ഒരു സംവിധാനമാണ് അവിടെ ഇപ്രകാരം ചെമ്പിൽ സ്വർണം പൂശിയതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. അത് നിർവഹിച്ച സ്ഥാപനം തന്നെ അതിന്റെ കേടുപാടുകൾ നീക്കി കൊടുക്കുക എന്നതാണ് അന്ന് അതിന് ലക്ഷ്യമിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് എന്ന് പരിശോധിക്കാനിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അവിടെ നിർവഹിക്കപ്പെടുന്നത് കൃത്യമായ ഒരു പ്ലാനിന്റെ ഭാഗമായിരിക്കണം. ഒറ്റക്കൊറ്റയ്ക്ക് ഇതേപോലുള്ള പോറ്റിമാർ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിന് വേണ്ട. അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അതിലൂടെ ശബരിമലയ്ക്ക് വരുന്ന കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നിർവഹിക്കപ്പെടാനുണ്ട് എന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ പൊതുവ്യക്തതയോടുകൂടി താല്പര്യമുള്ളവർക്ക് ദേവസ്വം ബോർഡുമായി നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം ശരിവെക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഈ നടപടിക്രമങ്ങളിലൂടെ പുറത്തു വരുന്നത്. 2019 ഇടതു സർക്കാരായിരുന്നു ഇവിടെ. ഇടതു സർക്കാർ നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇത് പോയത്. അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കാണോ വീഴ്ച പറ്റിയത് എന്നതിനപ്പുറം അന്നത്തെ ദേവസ്വം ഭരണസമിതി ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് ദേവസ്വം പ്രസിഡന്റും ഈ ഭരണസമിതിയും കൃത്യമായി അറിഞ്ഞുണ്ടാവും, അവരുടെ ബോധ്യത്തിലാവും അത് ചെയ്തിട്ടുണ്ടാവുക. താങ്കൾ ഈ സൂചിപ്പിച്ച അവിടെയുള്ള സ്വാധീനം ഉറപ്പിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഉള്ളവരെ പ്രോത്സാഹിപ്പിച്ചതും ഈ ഭരണസമിതിയാണ്. അതെ, അപ്പം ഉത്തരം ഒന്നേ ഉള്ളൂ. 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടിയോടുകൂടി അതിന് കേടുപാട് വന്നാൽ നന്നാക്കാൻ ചുമതലപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനം അവിടെ കരാർ വെച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കാണ് എന്താണോ അതിലുണ്ടായിരുന്നത്, സ്വർണമാണോ സ്വർണം, ചെമ്പാണോ ചെമ്പ്, അത് അതേ നിലയിൽ നിലനിർത്താനുള്ള ബാധ്യത. അത്തരം ബാധ്യതയുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ കുറവുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അതിന്റെ പേര് കേസ് വരുമെന്നല്ലേ തീരുമാനം എടുത്തിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കാനിരിക്കുന്ന ഒരു കാര്യത്തിനകത്ത് ആർക്കാ ഉത്തരവാദിത്വം ചെറിയാൻ പറ്റുമോ? പരിശോധിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത്. അത് പരിശോധിക്കപ്പെടാതെ അന്ന് ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു, സർക്കാരിനാണ് ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റാണ് അത് പരിശോധിക്കുന്നത്. ഇത് ഓരോ കാര്യത്തിനും തിരുവാഭരണ കമ്മീഷണർമാർ അവിടെ ഇല്ലേ, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇല്ലേ? അവർ കൊടുക്കുന്ന ശുപാർശയുടെ മേലെ തന്ത്രിയുടെ അനുവാദത്തോടെയല്ലേ ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്യുക. ദേവസ്വം ബോർഡ് അതിൽ അവസാനത്തെ കക്ഷിയല്ലേ. അതുവരെയുള്ള അതെ, അതാണ് മനസ്സിലാക്കേണ്ടത്. പറയട്ടെ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരടക്കം ഇക്കാര്യങ്ങളിൽ വരുന്ന നിർദ്ദേശങ്ങൾ സതുദ്ദേശപരമാണ് തോന്നിയാൽ അംഗീകരിക്കപ്പെടാനുള്ളതാണ്. അല്ല, അവിടെ ഞാൻ ശബരിമലയുടെ പ്രിമൈസസിൽ വെച്ച് ഒറ്റകുറ്റിപ്പണി നടത്തണമെന്ന് കൃത്യമായ വ്യവസ്ഥയുള്ള ഇടത്തു നിന്നും അത് പുറത്തേക്ക് എങ്ങനെ പോയി എന്നത് ആണ് ആദ്യം ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തം പറയേണ്ടി വരിക. അതിൽ ഭരണസമിതിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്ര പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ. അപ്പൊ അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്. ഏതെങ്കിലും ഒരു തെറ്റുകാരനുണ്ടെങ്കിൽ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കാർക്കുമില്ല. പ്രശ്നം എന്താണ്? അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ ഈ പാളി പൊതിയുന്നതുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്നത് 10 വർഷം കൊണ്ട് കേടുവന്നപ്പോൾ നന്നാക്കണം എന്നൊരാവശ്യം ഉയർന്നു വന്നു. അപ്പൊ തന്ത്രിയോട് ചോദിച്ചു. തന്ത്രി അത് കൊണ്ടുപോയി ചെയ്യുന്നതിന് അനുവാദം കൊടുത്തു. അങ്ങനെ പുറത്തു കൊണ്ടുപോയി ചെയ്യുന്നതിന് തന്ത്രിയുടെ അനുവാദം ഇല്ലാതെ നടക്കുമോ? തന്ത്രി അനുവാദം കൊടുത്തു. തന്ത്രി അനുവാദം കൊടുത്താൽ പിന്നെ ദേവസ്വം ബോർഡ് തടഞ്ഞു വെക്കണോ? ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ദേവസ്വം ബോർഡിന്റെ അധികാരികളെ സംബന്ധിച്ചിടത്തോളം 40 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി കൊടുത്തൊരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ആ സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോയത്, പെരുവഴിയിലേക്കല്ല കൊടുത്തത്. പുതിയൊരാളെ ടെൻഡർ വിളിച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്. 40 കൊല്ലം ഇത് പരിപാലിക്കാൻ വേണ്ടി ആനുവൽ മെയിൻ്റനൻസിന്റെ കരാറെടുത്ത സ്ഥാപനമാണ് കൊണ്ടുപോയത്.
ആ സ്ഥാപനത്തെ കൊണ്ടുപോയിട്ട് തൂക്കം കൊടുത്തെങ്കിൽ അവർ ഉത്തരം പറയണം. തൂക്കം ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം. തൂക്കം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള രേഖാപരമായ പരിശോധനയുടെ ഭാഗമായി ഇപ്പോൾ ഒരു സംശയം ഉയർന്നു വന്നത് ഒരു കാര്യത്തിലാണ്. എന്റെ അറിവെന്ന് പറയുന്നത് ആകെ 49 പവൻ സ്വർണമാണ് ഇത് പൂശാൻ ഉപയോഗിച്ചത്. 50 പവൻ ഇല്ല, 49 പവൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പറയണ പോലെ 3 കിലോ സ്വർണ്ണം ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരു തരി സ്വർണവും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? പരിശോധന ഫലപ്രദമാകും. പൊതുവിൽ ഉദ്യോഗസ്ഥന്മാർ കണ്ടത് ഈ കാര്യം ഒരു ഗ്യാരണ്ടിയുള്ളൊരു സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്വം, ഞങ്ങളാണ് ഗ്യാരണ്ടി, ഞങ്ങൾ അതുപോലെ തിരിച്ചു തരും എന്ന് പറയുമ്പോൾ ഗ്യാരണ്ടി പ്രകാരം അവർ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവരും പ്രതികളാവും. അതിനപ്പുറം മറ്റൊരു കാര്യമില്ല. അതാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, താങ്കൾ പറഞ്ഞതിൽ ഒരു അവ്യക്തതയുടെ വിഷയമുണ്ട്. അതെന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാം. അതായത് 2019 ഈ പറഞ്ഞ ഉത്തരവിറങ്ങുന്നത്. 2019 മുമ്പ് ഉള്ള സാഹചര്യം, അവിടെ വിജയ് മല്യ സ്വർണം പൂശിയ ഭാഗമാണ് അവിടെ നിൽക്കുന്നത്. ആ ഭാഗം ചെമ്പ് എന്ന് പറഞ്ഞാണ് 2019 ഉത്തരവിറങ്ങുന്നത്. അവിടെയാണ് നമുക്ക് അവ്യക്തത ഉണ്ടാവുന്നത്. താങ്കൾ പറഞ്ഞ ഈ 40 വർഷത്തെ ഗ്യാരണ്ടിയൊക്കെ അതിനുശേഷമാണ് ഉണ്ടാവുന്നത്. അതെ, അപ്പൊ എന്റെ ചോദ്യം അതല്ല. ചെമ്പ് അല്ലേ യഥാർത്ഥത്തിൽ? ചെമ്പിൽ സ്വർണം പൂശിയതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് 3 തരത്തിലാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. ഒന്ന്, ചെമ്പ് തകിടിന്റെ മേലെ സ്വർണ്ണപ്പാളി അടിച്ചു ചേർക്കുക, സ്റ്റാൻഡിങ് എന്ന് പറയും. അത് ഈ പറയുന്ന സ്ഥലത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. 2, സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? ഇലക്ട്രോപ്ലേറ്റിംഗ് പോലെ ഈ സ്വർണം പൂശി വെക്കുക, പൂർണ്ണമായി അതിലേക്ക് ലായനിയിൽ മുക്കി പൂശുക. ഇത്തരത്തിലുള്ള വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ട്. ഇതിൽ ഏതാണ് ചെയ്തത്? സാങ്കേതിക പരിശോധന വേണ്ടേ? നമ്മൾ ചർച്ചയെ തീരുമാനിക്കപ്പെടാൻ പറ്റും. അതാണ് അന്വേഷിക്കാനിരിക്കുന്നത്. അന്വേഷിച്ച് ഫലം വരട്ടെ. സർക്കാർ കുറ്റവാളിയുണ്ടെങ്കിൽ കേസെടുത്ത് നടപടിയെടുക്കും. ഇപ്പൊ സർക്കാർ ഒരു പൊളിറ്റിമാർ വരണ്ട. ഇതാണ് സർക്കാർ നിലപാട്. താങ്കൾ തിരക്കിൽ അല്ലെങ്കിൽ ദയവായി ഒന്ന് തുടരുക. ആർ വി ബാബു കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു, വിജയ് മല്യ എന്ന UB ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശബരിമലയിൽ മേൽക്കൂരയിൽ അടക്കം അവിടെ ശ്രീകോവിൽ ഭാഗങ്ങളിൽ സ്വർണം പൂശിയപ്പോൾ ഉൾപ്പെട്ടിരുന്നത് ദ്വാരകാപാലക ശില്പങ്ങൾ കൂടി സ്വർണം പൂശപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതാണ് അന്ന് പുറത്തു വന്ന വാർത്തകൾ. അതിൻ്റെ രേഖകൾ എൻ്റെ കൈവശമില്ല, ഇപ്പോൾ പരിശോധിക്കാൻ സാധ്യവുമല്ല. ഒരുപക്ഷെ ദേവസ്വം വകുപ്പിൽ രേഖകൾ ഉണ്ടാവാം. പക്ഷേ അന്ന് പറഞ്ഞ വാർത്തകളിൽ ഈ ദ്വാരകാപാലക ശില്പങ്ങൾ അടക്കം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ്. ആ സ്ഥലം തന്നെയാണ് പിന്നീട് ചെമ്പാണെന്നും അവിടെ സ്വർണം പൂശണമെന്നും 2019 ഉത്തരവ് വരുന്നത്. ഒരു അവ്യക്തത അവിടെയാണ് നമുക്ക് തോന്നുന്നത്. താങ്കൾ ഇക്കാര്യം പരിശോധിച്ചോ? ഈ വിഷയത്തിൽ നമുക്ക് തുടക്കം മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറ്റകരമായ അനാസ്ഥ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. കോടതി തന്നെ കാര്യം വളരെ രൂക്ഷമായ ഭാഷയിൽ പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. 1999 ദ്വാരപാലക ശില്പങ്ങൾ അടക്കം സ്വർണം പൂശിയതാണ്. ആ സ്വർണം പൂശിയ വാർത്ത അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ്.